ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കേക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ ചക്ക കൊണ്ട് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കാം. ഞാനൊരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇപ്പോൾ അലിഞ്ഞ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് മേത്ത് വീഴാൻ സാധ്യതയുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതിപ്പോൾ 3 വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2-3 ഗ്രാമ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആ മിക്സിയിലേക്ക് തന്നെ 5-8 ചുള ചക്ക എടുത്തിട്ടുണ്ട്. ഇത് കുരു കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നേരത്തെ പൊടിച്ച് വെച്ച 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കുറച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ അടിച്ചു വെച്ച ചക്കയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായതിന് ശേഷം വേറൊരു പാൻ അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ക്യാഷ്നട്ട് വെച്ച് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 40 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കേക്ക് കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കേക്ക് ഒന്ന് തണുത്തതിന് ശേഷം അതിൻ്റെ ബട്ടർ പേപ്പർ മാറ്റാം. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ കേക്കിന് നല്ല സൂപ്പർ സ്മെല്ലാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ചക്ക കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.